ഓം ഹ്രീം ഹ്രീം ഹൂം മായാസുരായ നമഃ. ബാബാ, ആരാ ഇത്? മായാസുരൻ. നിന്റെ ശത്രുക്കളെ സംഹരിക്കാൻ പോകുന്ന അസുരൻ. ഇവൻ എന്റെ ശത്രുക്കളെ സംഹരിക്കുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ തന്നെ കുറെ പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇവനിപ്പോ അവരെ കൊല്ലുമെന്നാണോ? എന്റെ ശക്തിയെ പറ്റി അറിവില്ലാതെ സംസാരിക്കണ്ട നീ. അത്രയ്ക്ക് ബലശാലിയാണോ നീ? നാഗലോകത്തുള്ളവരെ വരെ സംഹരിക്കാൻ കഴിയുമോ? എന്റെ ശക്തിയെ സംശയിക്കുന്നു. എവിടെ ബാബാവൻ? ആരാധന കൈവിടാൻ. ബാബാ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? നീയോ വിടന്നെ? ഞാനാണ് മായാസുരൻ. എന്നെ ശല്യം ചെയ്താൽ ഉഗ്രരൂപിയാകും ഞാൻ. മായാസുര, നിന്നെ വിളിച്ചു വരുത്തിയത് തന്നെ അവനാണ്. അവന്റെ പ്രാണനെടുക്കാൻ നോക്കുന്നുവോ നീ? അവനെ വിടാനാ പറഞ്ഞേ. ഇതായിരിക്കണം അവസാനം. എന്റെ ശക്തിയെ ഇനി സംശയിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. അതിനി ആരായാലും ശരി. മായാസുര, നിന്നെ വിളിച്ചു വരുത്തിയത് ഇവന്റെ ശത്രുക്കളെ സംഹരിക്കാനാണ്. ആരാണിവന്റെ ശത്രു? നാഗലോകത്തു നിന്നും വന്ന ഏതൊരു ജീവി തന്നെ ആയാലും അതെല്ലാം ഇവന്റെ ശത്രുക്കളാണ്. പ്രധാനമായി ഇച്ഛാധാരി നാഗങ്ങളെയാണ് നീ ഇപ്പോൾ സംഹരിക്കേണ്ടത്. എന്നെ ഈ ജോലി ഏൽപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ആലോചിക്കും. ഞാനൊരു തീരുമാനമെടുത്താൽ അതാണ് അവസാനം. നിങ്ങളുടെ തീരുമാനം പിന്നെ മാറിയാലും ഞാൻ മാറില്ല. ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. നാഗലോകത്തു നിന്ന് വന്ന ഏതൊരു ജീവിയാണെങ്കിലും ശരി, അതിനെ കൊന്നേക്ക്. ഇക്കാര്യം നടന്നുവെന്ന് തന്നെ കരുതിക്കൊള്ളൂ. ഒരു കാര്യം ഓർമ്മയുണ്ടാവണം. ഇതാണ് നമ്മുടെ അവസാന കൂടിക്കാഴ്ച. മുന്നോട്ട് എനിക്ക് കാണില്ല, നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുന്നതല്ല. നിന്റെ ജോലി പൂർത്തിയായാൽ നിനക്ക് നിന്റെ ലോകത്തേക്ക് തിരിച്ചു പോകാം. നിന്റെ ശത്രുവിന്റെ വിനാശകാലം ആരംഭിച്ചിരിക്കുന്നു. ദിഗ്വിജയ, ഇനി നിന്റെ കാര്യങ്ങൾ നടന്നു എന്ന് കരുതിക്കോളൂ. വീട്ടിലേക്ക് പോയി വീട്ടുകാരുമൊത്ത് ദുർഗാഷ്ടമി ആഘോഷിക്കൂ. ആയിക്കോട്ടെ ബാബാ. വിജയ് ഭവ. ജയ് മഹാകാളി.
കാര്യമുണ്ട്. വെറുതെ ഇങ്ങനെ സന്തോഷിക്കുന്ന ആളല്ലല്ലോ. എന്താ കാര്യം? ഒന്നുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ. നോക്കേടത്തി, വെറുതെ ഇങ്ങനെ ചിരിക്കുന്നവർക്ക് ബട്ടുണ്ടെന്നാ പറയാറ്. ഏട്ടത്തി എന്നോട് കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്കും അങ്ങനെ കരുതേണ്ടി വരും. സാരില്ല, കരുതിക്കോ. ഏട്ടത്തി ഇപ്പൊ എന്താ എന്നോട് പറയുന്നോ ഇല്ലയോ? അത് വീണേ, നിന്റെ ചേട്ടൻ എന്റെ ചേട്ടൻ എനിക്ക് സാരി വാങ്ങി തന്നു. ഓ, ആര്? ത്രിവിക്രം ബ്രോ ആണോ? അവനല്ല. അവനെന്തിനാ എനിക്ക് സാരി വാങ്ങി തരുന്നേ? എനിക്ക് സാരി വാങ്ങി തന്നത് എന്റെ ഭർത്താവാ. ഓ സോറി, തൃശൂൽ ബ്രോ ആണോ സാരി വാങ്ങി തന്നേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഏട്ടത്തി കള്ളം പറയല്ലോ. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അല്ല, അവൻ എന്തിനാ വാങ്ങി തന്നേ? അയ്യോ, ഇത് നല്ല കഥയാണല്ലോ. അവനെന്റെ ഭർത്താവല്ലേ, എനിക്കല്ലാതെ വേറെ ആർക്കും അവൻ സാരി വാങ്ങി കൊടുക്കണ്ടേ? അല്ല, അത് ഓക്കെ എടുത്തി. എനിക്ക് എന്തോ എവിടെയോ ഒരു മിസ് അടിക്കുന്നുണ്ടല്ലോ. എനിക്കിതുവരെ ഏട്ടൻ ഒന്നും വാങ്ങി തന്നിട്ടില്ല. അത് ഏട്ടത്തിക്ക് അറിയോ? എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് വാങ്ങി തന്നു. അപ്പോ ചേട്ടൻ എന്നോട് സ്നേഹമില്ലേ? എന്നോടുള്ള അത്ര സ്നേഹം നിന്നോടില്ലായിരിക്കും. പോട്ടെ. ഓ മൈ ഗോഡ്, ചേട്ടൻ ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആയി പോയോ? എന്റെ സ്നേഹം അവന് മാറ്റിയെടുത്തു വീണേ. അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയോ? അതെ വീണേ, എന്തൊക്കെയായാലും ഞങ്ങളെ ഭാര്യാഭർത്താക്കന്മാരല്ലേ. ആയിക്കോട്ടെ എടുത്തി. ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ചേട്ടൻ നിങ്ങളെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്തു തരാം. വീണേ, അങ്ങനെയുള്ള സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല. എന്താ സ്വപ്നോ? വരും ഏടത്തി, എന്റെ സമയവും വരും. അപ്പോ നിങ്ങൾ തന്നെ വന്ന് വീണേ, നീ പറഞ്ഞത് ശരിയാ. നിന്റെ ഏട്ടൻ എന്നെക്കാളും കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നുള്ള കാര്യം എന്നോട് പറയും. കാത്തിരുന്നു. ഓഹോ, നോക്കാം. വേഗം ജോലി ചെയ്താട്ട മോളെ. ഇങ്ങനെ പതിയെ ചെയ്താൽ എങ്ങനെ ശരിയാവും? ദമയന്തി, ദമയന്തി, പൂജയ്ക്കെല്ലാം റെഡിയായി കഴിഞ്ഞോ? ഒരു 5 മിനിറ്റ് കൂടി എല്ലാം റെഡി ആയിരിക്കും അമ്മേ. ഓ, രാവിലെ മുതൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ റെഡിയായില്ലേ? എന്തൊരു ക്ഷീണമാണെന്നറിയോ? രാവിലെ മുതൽ എന്തൊക്കെ ജോലിയാ ചെയ്തേ. അല്ല, ഈ വീട്ടിൽ ജോലി ചെയ്യുന്നേക്കാളും സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതെടുത്ത് ഇവിടെ വെക്ക്, ഇതെടുത്ത് അവിടെ വെക്ക്. ഹോ, ഞാനൊരാളിവിടെ ഇല്ലെങ്കിലേ അമ്മായി എന്തൊക്കെയാവോ എന്തോ. ഗോവിന്ദ, എന്താ നീ ഇപ്പൊ പറഞ്ഞേ? അല്ലടാ, രാവിലെ മുതൽ ഞാനും നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു പൂവെടുത്ത് അപ്പുറത്ത് പോലും വെച്ചിട്ടില്ല നീ. എന്നിട്ട് നീ ഇല്ലാതെ ഈ വീട്ടിൽ ഒരു പണിയും നടക്കില്ലെന്നാണോ പറയുന്നത്? ഒരിടത്ത് ഒരു ഗ്രാമത്തില് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു കോഴി. ആ കോഴി കൂവുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നതെന്നാണ് മുത്തശ്ശി കരുതിയിരുന്നത്. അതുപോലെയാടാ നിന്റെ കാര്യം. അതെ. അല്ല, ഇതിപ്പോ നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാനിത് കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചേച്ചി, ഞാനെന്താ പറഞ്ഞു വരുന്ന വെച്ചാലേ, 2 ആയിട്ടുണ്ട്. ഇനി സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള 3ാമത്തെ എടുത്തിട്ട് പോയോ? ഓക്കെ, വേഗം അവിടെ. അച്ഛാ, എന്താടാ എല്ലാ കാര്യങ്ങളും നീ തന്നെയാണ് ചെയ്യുന്നത്? ഈ വീടിന്റെ ഉടമസ്ഥനാ നീ. ജോലിക്കാരോട് പറഞ്ഞാ പോരെ? എന്തിനാച്ചാ, നമ്മുടെ വീട്ടിലെ കാര്യം നമ്മളോട് ചെയ്താലെന്താ? ജോലിക്കാര് മാത്രമാണെങ്കിൽ ലേറ്റ് ആവും. ഞാനും കൂടെ പെട്ടെന്ന് നടക്കുന്നേ. ഇതൊക്കെ എവിടെ ഗോന്നിട്ട് വെക്കണ്ടേ? നന്ദീശ, മധുമതി എവിടെ? അവള് വന്നല്ലോ കൊച്ചമ്മേ, വീട്ടിൽ തന്നെ. കൊച്ചയ്ക്കുള്ളതല്ലേ, കുഞ്ഞിനെ നോക്കാനുള്ളതുകൊണ്ടാ വരാത്തത്. അത് സാരമില്ല, നന്ദീശൻ ഉണ്ടാവുമല്ലേ. ആന്റി, നമുക്കൊരു സെൽഫി എടുത്താലോ? വീണ, എന്താ ഇത്? ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. സാരമില്ല ആന്റി. ഓ, ഈ സെൽഫി ഒന്ന് നിർത്തോ? ശിവാനി അവിടെ? മുത്തശ്ശി, എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക. വേഗം വിളിക്ക്, പൂജ തുടങ്ങാറായി. ശരി. എടുത്തി, ശിവാനി എടുത്തി.
എല്ലാ ആഘോഷങ്ങളെക്കാളും ഈ ആഘോഷത്തിനൊരു സമാധാനമുണ്ട്, മനസ്സിന് തൃപ്തിയുണ്ട്. അതെ മുതലാളി, ഈ ആഘോഷത്തിനിടയിൽ ഇനിയും നാഗങ്ങളെ കണ്ട് പൂജ തടസ്സപ്പെടുമെന്ന് ഇപ്പോഴത്തെ എന്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇച്ഛാധാരി നാഗറാണി ജീവനോടെ ഇല്ല, അതാണ് സമാധാനം. എന്നാലും ആ ആൺപാമ്പുണ്ടല്ലോ, ആ പേടിയും ഇല്ലാതാകുന്ന ദിശ. ഇച്ഛാധാരി നാഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല. നാഗലോകത്തുള്ളവർക്ക് മുക്തി ലഭിക്കും. ശിവാനി ഇതുവരെ വന്നില്ലല്ലോ. പൂജ തുടങ്ങാൻ സമയമായി. ഇനിയിപ്പോ ഭർത്താവ് തന്നെ പോയി വിളിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ചെല്ലു മോനെ, ചെല്ല്. ഏട്ടാ, പോണ്ട കാര്യമില്ല, ഏടത്തിനെ വരുന്നുണ്ട്. ഈ സാരിയില് എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അപ്സരസിനെ പോലെയുണ്ട്. ഓഹോ, ഭാര്യയും ഭർത്താവും തമ്മില് കണ്ണില് നോക്കി റൊമാൻസ് വർക്കൗട്ട് ചെയ്യാ. ആന്റി, നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം അറിയോ? പൂജയ്ക്ക് വേണ്ടിട്ട് ഏട്ടൻ ഏടത്തിക്ക് സെപ്പറേറ്റ് ആയിട്ട് പുതിയ സാരി വാങ്ങിക്കൊടുത്തിരിക്കുക. ആ സാരിയാണ് ഏടത്തി ഇപ്പൊ ഉടുത്തിരിക്കുന്നത്. അതുകൊണ്ടാ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുന്നത്. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ. പൂജയ്ക്ക് നമുക്ക് ആർക്കും ഡ്രസ് എടുത്തു തരാതെ ഭാര്യയ്ക്ക് മാത്രം എടുത്തു കൊടുത്തു അല്ലേ? സത്യമാ നീ പറഞ്ഞത്. എന്റെ കൊച്ചുമകൻ വന്നിപ്പോ ഭാര്യയുടേത് മാത്രമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ആരെ അവൻ കാണുന്നതേ ഇല്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്റെ ഭർത്താവ് എനിക്കൊരു സാരി വാങ്ങി തന്നു, അത്രേ ഉള്ളൂ. ഓഹോ, എന്താ ഏട്ടാ, ഏട്ടത്തി ഫുൾ സപ്പോർട്ടാണല്ലോ ഏട്ടനെ. പ്രേമം കൂടിയതുപോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, വെറുതെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. മുത്തശ്ശി വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയല്ലേ. അയ്യോ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. എനിക്കൊന്നും അറിയില്ല എന്ന് കരുതിയോ? പൂ കൊണ്ട കൊടുക്കുന്നു, സാരി കൊണ്ട കൊടുക്കുന്നു, ആഭരണം കൊണ്ട കൊടുക്കുന്നു. മതി, തമാശയൊക്കെ മതി. ശിവാനി, നിന്നെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട് മോളെ. അത് ശരിയാ, ശിവാനിയെ കാണാൻ ഇന്ന് നല്ല ഐശ്വര്യമുണ്ട്. ആരെങ്കിലും ഒന്ന് ദൃഷ്ടി ഒഴിഞ്ഞിട്ട്. ഞാൻ തന്നെ ചെയ്യാം. ശിവാനി, എന്റെ കണ്ണും എല്ലാവരുടെയും കണ്ണും ദൂരേക്ക് മാറിപ്പോട്ടെ. പൂജയ്ക്കുള്ള സമയമായി. ശിവാനി, പ്രസാദം റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പോയി അതെടുത്തോണ്ടോ മോളെ. ശിവാനി, ഈ സാരിയിൽ നീ എത്ര സുന്ദരിയാണെന്നറിയോ? ത്രിവിക്രം, ഒച്ച എടുക്കണ്ട, വീട്ടിലുള്ള എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മര്യാദയ്ക്ക് എന്റെ കൈ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച ഉണ്ടാക്കി വീട്ടിൽ എല്ലാവരെയും വിളിക്കും. ഓഹോ, എന്താ പേടിപ്പിക്കാൻ നോക്കുക, അതോ ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്?
ത്രിവിക്രം, വീട്ടുകാരെല്ലാം വിളിക്ക് ശിവാനി, വിളിക്ക്. ഞാൻ തന്നെ വിളിക്കട്ടെ? ത്രിവിക്രം. വിളിക്കണ്ട അല്ലേ? പറ്റില്ല ശിവാനി, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും ദിവസം വിഷമമുണ്ടായിരുന്നു ശിവാനി. ഇത്രയും സുന്ദരിയായ നിന്നെ എനിക്ക് നഷ്ടമായി പോയല്ലോ എന്ന് വിചാരിച്ച്. നീ എന്നോടൊപ്പം ജീവിക്കണമായിരുന്നു. അതിന്റെ ലഹരിക്ക് തന്നെ ഒരു സുഖമുണ്ട്. നിന്റെ അഴകിന്, നിന്റെ ഈ വടിവിന്, നീ അണിഞ്ഞൊരുങ്ങുന്ന രീതിയൊക്കെ കാണുമ്പോ എത്രമാത്രം അതെന്നെ മത്തുപിടിപ്പിക്കുന്നുണ്ടെന്നറിയോ നിനക്ക്?